അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന, അതീവ സുരക്ഷാ ബ്ലോക്കിൽ കഴിയുന്ന ഒരു കൈ ഇല്ലാത്ത ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെങ്കിൽ ജയിലിനകത്തുള്ള ഏതോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പരിപൂർണമായ പിന്തുണയും സപ്പോർട്ടും ഇല്ല എങ്കിൽ ഇതൊരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഈ അതീവ സുരക്ഷാ ജയില് കംപ്ലീറ്റ് CCTV സർവൈലൻസിൽ വരുന്ന കാര്യമാണ്. ഈ 10-ാം നമ്പർ ബ്ലോക്ക് ഹൈ സെക്യൂരിറ്റി CCTV സർവൈലൻസിൽ വരുന്ന കാര്യമാണ്. വോയിസ് പിടിച്ചെടുക്കാൻ കഴിവുള്ള CCTV ക്യാമറകളാണ് അവിടെ ഇരിക്കുന്നത്. കൂടെ കിടക്കുന്ന ആൾക്കാരും അറിയാതെ ഇറങ്ങണമെങ്കിൽ നടക്കാത്ത കാര്യമാണ്. 2 മുണ്ട് കൂട്ടി മറുഭാഗത്തേക്ക് എറിഞ്ഞ് തൂങ്ങിക്കയറിയെന്നാണ്. ഈ മറുഭാഗത്തേക്ക് എറിയുമ്പോൾ കൈ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ മുണ്ടിങ് തിരികെ വരും. അപ്പോൾ ആ മുണ്ട് മറുതലയിൽ നിന്ന് ഒന്നുകിൽ ആരെങ്കിലും പിടിച്ച് എവിടെയെങ്കിലും കെട്ടണം, അല്ല എങ്കിൽ ആരെങ്കിലും ആ മറുതലയ്ക്ക് ഗോവിന്ദച്ചാമിയേക്കാൾ ബലം കൊടുത്ത് അവിടെ പിടിച്ചേക്കണം. ഗോവിന്ദച്ചാമിക്ക് സുഖമായിട്ട് കയറാനും കഴിയില്ല. കാരണം ഗോവിന്ദച്ചാമിക്ക് ഒരു കയ്യേ ഉള്ളൂ. മതിലിന്റെ അപ്പുറത്തു നിന്നും മുണ്ട് വലിക്കണം. അതാരാ ചെയ്തു? ഈ 7.5 മീറ്റർ പൊക്കത്തിൽ ഒറ്റ കൈയുള്ള ഗോവിന്ദച്ചാമി മുണ്ടിൽ പിടിച്ച് കയറുക നടക്കാത്ത കാര്യം, സാധിക്കാത്ത കാര്യം. 5 മീറ്റർ കഴിയുമ്പോൾ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ സാധാ ഫെൻസിംഗ് അല്ല, ഹൈ വോൾട്ടേജ് വിത്ത് അലാറം ഫെൻസിംഗ് ആണ്. ഫെൻസിംഗ് എങ്ങനെ ഓഫായി? ജയിലിൽ ജനറേറ്റർ ഉണ്ടാവുമല്ലോ. ജയിലിൽ കറണ്ട് ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, മറ്റു കാര്യങ്ങൾ നടക്കുമല്ലോ.